കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നീ ചെന്ന് അമ്മയോട് പറഞ്ഞേക്ക് ഞങ്ങള് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയെന്ന്. ഇത്രയൊക്കെ ആയിട്ടും തിരിച്ചു വിളിക്കാത്ത അവരോടുള്ള എല്ലാ ബഹുമാനവും ഞങ്ങളുടെ മനസ്സിൽ നിന്ന് പോയി. ഇത് ഞങ്ങളുടെ യുദ്ധപ്രഖ്യാപനമാണെന്ന് പറഞ്ഞേക്ക്. നീ സമാധാനായിട്ട് ജീവിക്കില്ലേ? ഞങ്ങളുടെ ശാപം നിനക്കുണ്ടോ? നോക്കിക്കോ. അതെ, ശാപിക്കുന്നേക്കെ കൊള്ളാം. പോന്ന വഴിക്ക് ആ ഗേറ്റിന്റെ ലോക്ക് നിട്ടേക്കണേ പറഞ്ഞേക്കോ. പിന്നെ ഭൂമി ഉരുണ്ടതാണല്ലോ, ഇനി നമുക്ക് വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാം. അതെ, എനിക്ക് നിങ്ങളോട് പിണക്കൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ലെങ്കിലും നമ്മൾ കുറെ നാള് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചല്ലേ, അതുകൊണ്ട് എവിടെയെങ്കിലും വെച്ചോണ്ടോ മിണ്ടണം കേട്ടോ. ശരി എന്നാ, ഇനി ലേറ്റ് ആക്കണ്ട, രാഹുകാലത്തിന് മുമ്പേ അങ്ങ് ഇറങ്ങിക്കോ. തെരുവിൽ തെണ്ടി ജീവിച്ചാലും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല. മാമായച്ചി, കോമഡി പീസുകൾ. എത്ര കാലം എ സിയുടെ തണുപ്പിൽ നമ്മൾ ഉറങ്ങിയ വീടാ. ഇന്ന് മുതൽ എ സി ഇല്ല. എ സി ഇല്ലാതെ ഞാൻ എങ്ങനെ ഉറങ്ങും മായച്ചി? എന്നെ കൊണ്ട് അതിന് സാധിക്കോ? എല്ലാം മറക്കണം താരേച്ചി, എല്ലാം മറക്കണം. അമരാവതിയിലെ മരുമക്കൾ എന്ന പേര് ഇവിടെ തീരുക. എന്നാലും അമ്മ എന്തൊരു ദുഷ്ടത്തിയാ മായച്ചി. നമ്മളെന്ന് തിരിച്ചു വിളിക്കാൻ പോലും അവർക്ക് തോന്നിയില്ലല്ലോ. അവളെ നമുക്ക് യാത്രയപ്പ് തന്നത് കണ്ടില്ലേ? കൈവീശി ഗേറ്റ് അടക്കണേന്ന് പറഞ്ഞ് കളിയാക്കിയപ്പോ അവളുടെ മുഖത്ത് ചിരി കണ്ടില്ലേ? നമ്മളില്ലാതെ അവള് മാത്രം ഈ വീട്ടില് സുഖിച്ചു കഴിയുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മായച്ചി, സഹിക്കാൻ പറ്റുന്നില്ല. നിനക്ക് മാത്രമല്ല, ഞങ്ങൾക്കും കഴിയുന്നില്ല. നാണം കെട്ടാലും നമുക്ക് തിരിച്ചു പോയിട്ട് അമ്മയോട് നമ്മൾ പോവാണെന്ന് ഒന്നുകൂടെ പറഞ്ഞാലോ മായേച്ചി? വേണ്ട, നമ്മൾ അന്തസ് വിടരുത്. അമരാവതി ഇവിടുത്തെ സൗകര്യങ്ങളും പേരും പദവിയും എല്ലാം ഇനി ഓർമ്മകളാ. ഇന്നു മുതല് നമുക്ക് പുതിയ ജീവിതമാണ്. ഇനി ഇവിടെ നിന്ന് എത്ര കരഞ്ഞാലും അമ്മ നമ്മളെ തിരിച്ചു വിളിക്കില്ല. കണ്ണിച്ചോരില്ലാത്ത മാതാവേ, നിങ്ങൾ അനുഭവിക്കും. മൈ ലിറ്റിൽ കണ്ണാ, മൈ ലിറ്റിൽ കണ്ണാ എന്ന് വിളിച്ച് നിങ്ങൾ ഇതിനകത്ത് കിടന്ന് വട്ടം കറങ്ങും. അതെ, എനിക്കിനി വെയിൽ കൊള്ളാൻ വയ്യ. പോവാം. നമുക്കൊരു ടാക്സി വിളിച്ചു പോയാലോ? വാ നോക്കാം. ഹലോ ബേട്ടീസ്, ഒട്ടും വിടല്ലേ, നമ്മളെ വിളിക്കാൻ വരുമായിരിക്കും. താരേച്ചി പറഞ്ഞ കോളം ആക്കല്ലേ. എങ്ങോട്ടാ 3 പേരും കൂടെ? ഞങ്ങളോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞത് അമ്മയല്ലേ? അതെ, അതിന് എന്നെ ചീത്ത പറഞ്ഞിട്ടാണോട് ഇറങ്ങി പോകുന്നത്? ഞാനേ എല്ലാം കേട്ടു. എന്തൊക്കെ ചീത്തയാടി നിങ്ങൾ എന്നെ പറഞ്ഞത്? ഹൊറിബിൾ. അമ്മേ, അത്ര വലുതായിട്ടൊന്നും പറഞ്ഞില്ല. പറഞ്ഞോ? ഏയ് ഇല്ല, ഞങ്ങൾ ഒരു ചീത്തയും പറഞ്ഞില്ല. ഇത്രയും നാള് അമ്മ ഞങ്ങളോട് എത്ര സ്നേഹമായിട്ടാ പെരുമാറിയതെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലേ താരേ? അതെ അതെ, വിസ്തരിക്കണ്ട, ഞാൻ എല്ലാം കേട്ടു. ആ പൂമുഖത്തിരിക്കുന്ന ക്യാമറയിലെ പിക്ചർ മാത്രമല്ല, സൗണ്ടും കേൾക്കാം. ഹൈ ക്വാളിറ്റി സൗണ്ടുള്ള ക്യാമറയാ അത്. നിങ്ങളത് മറന്നുപോയോ? അമ്മമാരാകുമ്പോ ചിലപ്പോ വഴക്ക് പറയും, ചിലപ്പോ തല്ലിയതായിരിക്കും എന്ന് കരുതി ഉടനെ ബാഗും തൂക്കി ഇറങ്ങി പോകുന്നതാണോ ഒരു ശരി? എടി, അമ്മ ആരെങ്കിലും ഇങ്ങനെ ചീത്ത പറയൂടി? അമ്മേ, അത് പറ്റിപ്പോയി, സോറി. അതിനുള്ള ശിക്ഷ നീയൊക്കെ അനുഭവിച്ചിട്ട് പോയാ മതി. വഴക്കിട്ട ഉടനെ നീയൊക്കെ അങ്ങ് ഇറങ്ങിപ്പോവല്ലേടി ഈഡിയറ്റ്സ്. എന്താടി ഇറങ്ങിപ്പോയത്? എന്താടി നിയമസഭ ആണോടി? ഓണോ ഓണോ
എന്താടി ഇറങ്ങി വീട്ടിലെ എന്നെ എന്റെ മോളെ നാലക്കം ഉണ്ടാക്കാൻ വേണ്ടി മൂന്നെണ്ണം കൂടെ ഇറങ്ങിയിരിക്കാം. എടുക്കണി ബാഗ്, എടുക്ക എടുക്ക എടാ എടാ എടുക്ക എടുക്കണി ഇത് എടുക്കണി. ഇങ്ങോട്ട് വാടി. വാ ചിത്ര. അമ്മ ഇനിയൊന്നും പറയില്ലമ്മ. എടുക്കണി ബാഗ്, എടുക്കണി എടുക്കണി ബാഗ്, എടുക്കണി. പൊടിയാത്ത അല്ല പിന്നെ എന്റെ കൃഷ്ണ. മൈ ലിറ്റിൽ കണ്ണ, നീ ഞങ്ങളെ രക്ഷിച്ചു. എന്തായാലും ആർക്കും ഒരു കുഴപ്പം പറ്റിയില്ല കേട്ടോ. എന്റെ കൃഷ്ണ, എന്റെ ഗുരുവായൂരപ്പ. അല്ല, സുപ്രിയ എണീറ്റില്ലേ? പുലർച്ചെയല്ലേ വന്നത്, ഉറക്കത്തിലാ. ഡി കെ വന്നതല്ലേ ഉള്ളൂ. ജ്യോതി ചായ കൊടുക്കാൻ പോയി. അമ്മേ, ഇന്നലത്തെ കാര്യങ്ങളൊന്നും ഡിക്കയോട് പറയല്ലേ. ഞങ്ങളുടെ പൊന്നമ്മല്ലേ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഇനി ഞങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾ ഇവിടുന്ന് പിണങ്ങി പോകാൻ ഇറങ്ങിന്നറിഞ്ഞ പിന്നെ ഡി കെക്ക് ഞങ്ങളോട് ദേഷ്യമാകും. ജ്യോതി പറഞ്ഞാലോ? അയ്യോ അമ്മേ, അവള് പറയില്ലെന്ന് വാക്ക് തന്നിട്ടുണ്ട്. മേലിൽ ഇത് ആവർത്തിക്കരുത്. ഇല്ലമ്മേ, സോറി. ശരി, താങ്ക് യു. മൈ ലിറ്റിൽ കണ്ണ, ഓ അങ്ങനെ എല്ലാം ഹാപ്പിയായി. താങ്ക് യു കണ്ണ, താങ്ക് യു. ഞാൻ എന്താ ചെയ്യേണ്ടത്? സത്യം പറയട്ടെ, പിന്നെ നിനക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. ഡി കെ നിന്നെ അടിച്ചു ഉടച്ചു കളയും. ജീവിച്ചിരിക്കെ മറ്റൊരാളായി ജീവിക്കേണ്ടി വരുന്നത് എത്ര ഭയാനകമാണെന്നറിയോ? ഹരിപ്രിയയുടെ ഐഡന്റിറ്റിയിൽ ഞാൻ എത്ര കാലം ജീവിക്കും അറിയില്ല. ജീവിച്ചേ പറ്റും. വന്ന കാര്യം സാധിക്കുന്നത് വരെ നീയാ എനിക്കുള്ള രക്ഷാകവചം. നീ എന്താ ഇത്രയും നാൾ ഇവിടേക്ക് വരാതിരുന്നത്? ഇപ്പോഴാ സമയമായത്. അല്ല, ജ്യോതിയുടെ കാര്യത്തിൽ എന്താ ഏട്ടന്റെ തീരുമാനം? ഡിവോഴ്സ് പെറ്റീഷൻ മൂവ് ചെയ്യാനാ ഉദ്ദേശിക്കുന്നത്. അത് ശരി. അപ്പൊ എന്നെ ഓടിച്ചിട്ട് ഇവിടെ കയറി പറ്റാൻ ഇവളുടെ പരിപാടി. ഇല്ല ഹരിപ്രിയ, ചത്താലും ഞാനതിന് സമ്മതിക്കുമെന്ന് വിചാരിക്കണ്ട. എന്നെ ഡിവോഴ്സ് ചെയ്യിപ്പിക്കുമെന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കും. നോക്കിക്കോ. ഏട്ടൻ എന്നെ ഓർക്കാറുണ്ടായിരുന്നു? പിന്നെ അതല്ലായിരുന്നു ഇയാളുടെ പണി. ഓർക്കാറുണ്ടായിരുന്നു. സുപ്രിയയെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഞാൻ നിന്നെ ഓർക്കാറുണ്ടായിരുന്നു. എന്നിട്ട് മരിച്ച സുപ്രിയയ്ക്ക് പകരം എന്നെ വിവാഹം കഴിക്കാൻ പറഞ്ഞപ്പോ അന്ന് എന്താ ഏട്ടൻ സമ്മതിക്കാതിരുന്നത്? സുപ്രിയ മരിച്ചു എന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. അന്ന് അരവട്ടായിരുന്നല്ലോ. അതെന്തായാലും നന്നായി. അല്ലെങ്കിൽ ഇവളെയും കിട്ടി ഇയാൾ വല്ല അമേരിക്കയിലേക്കും പോയേനെ. ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടോ സുപ്രിയ മരിച്ചു? പറയൂ ഏട്ടാ, ഇപ്പൊ വിശ്വസിക്കുന്നുണ്ടോ? നീ അരികെ നിൽക്കുമ്പോൾ
എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈശ്വര, മതി, എനിക്കിത് മതി. അയ്യടാ, ഇവളടുത്ത് നിൽക്കുമ്പോ സുപ്രിയായിട്ട് തോന്നല്ലേ? ശരിയാക്കി തരാ ഞാൻ. ആ, അല്ല, എന്തിനാ കണ്ണു നിറയുന്നത്? സുപ്രിയ ഓർത്ത് ആരും കരയുന്നത് അവൾക്ക് പണ്ടേ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ അറിയാതെ കണ്ണു നിറയുന്നത്. ഇവിടെ നിൽക്കുമ്പോ ഏട്ടൻ പറഞ്ഞതുപോലെ സുപ്രിയ മരിച്ചെന്ന് എനിക്കും തോന്നുന്നില്ല. അത് ശരി, വേണ്ട, നീ ഒന്നും വിശ്വസിക്കണ്ട. പക്ഷേ എനിക്ക് വിശ്വാസമാണ്. സുപ്രിയ ചത്തു. ഇനി തിരിച്ചു വരില്ല, ഒരിക്കലും തിരിച്ചു വരില്ല. ഞാനതിന് സമ്മതിക്കില്ല. സുപ്രിയയുടെ സാന്നിധ്യം ഞാനിപ്പോ ശരിക്കും അനുഭവിക്കുന്നുണ്ട്. എനിക്കും അങ്ങനെ തോന്നുന്നു. സുപ്രിയ, എനിക്കെന്താ ഇങ്ങനെ തോന്നാൻ കാരണം? എന്താ, എന്ത് പറ്റി? എന്തിനാ കരയുന്നത്? സന്തോഷം കൊണ്ട്. ഡിക്കിയുടെ മനസ്സിൽ ഇപ്പോഴും ഞാനുണ്ട്, ജീവനോടെ. എന്നാ പിന്നെ ഇനി വൈകുന്ന എന്തിനാ? സത്യം പറഞ്ഞോടെ? ഇല്ല കമലേച്ചി, സ്വയം എരിഞ്ഞു തീരാനേ എനിക്ക് കഴിയൂ. പക്ഷെ ഞാനിപ്പോ സന്തോഷവതിയാ. ഡിക്കിയുടെ മനസ്സിൽ ഞാൻ ജീവിക്കുന്നുണ്ടെന്ന സന്തോഷത്തോടെ എനിക്ക് ജീവിക്കാലോ. അത് മതി എനിക്ക്. നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത എന്താ കുട്ടി? എന്തിനാ നമ്മൾ വന്നത്? അതെ, നിങ്ങൾ വന്ന എന്തിനായാലും എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെ കാണുമ്പോൾ പലപ്പോഴും സുപ്രിയ മരിച്ചു എന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. അതൊരു പക്ഷേ നിങ്ങളുടെ രൂപസാദൃശ്യം കൊണ്ടാവും. എനിക്കങ്ങനെ തോന്നുന്നു. സുപ്രിയമായിട്ട് ഒരു ബന്ധമില്ലാത്ത എനിക്കങ്ങനെ തോന്നുകയാണെങ്കിൽ സുപ്രിയോടൊപ്പം ഒരുപാട് നാൾ ജീവിച്ച ഹിറ്റ്ലറുടെ അവസ്ഥ എന്തായിരിക്കും? ഹിറ്റ്ലർ എന്റെ പ്രാണനാ. അദ്ദേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് എനിക്ക് ഭ്രാന്ത് പിടിക്കും. മനസ്സമാധാനത്തോടെ എനിക്കൊന്നും ഉറങ്ങാൻ പോലും പറ്റില്ല. അതുകൊണ്ട് എത്രയും വേഗം നിങ്ങൾ തിരിച്ചു പോണം. ഇതെന്റെ അപേക്ഷയാണ്. ഇല്ല കുട്ടി, ഡികെ എന്റെയും പ്രാണന. ഡികെ ഇല്ലാതെ എനിക്കും ഇനി ജീവിക്കാനാവില്ല. സുപ്രിയയോട് ഡികെക്കുള്ള ഇഷ്ടം എത്രയാന്ന് എനിക്കറിയാം. ഇനിയും നിങ്ങൾ ഇവിടെ നിന്നാ ഇത് ഹരിപ്രിയയല്ല സുപ്രിയയാണെന്ന് അദ്ദേഹത്തിന് തോന്നിയാലോ? എനിക്ക് അദ്ദേഹത്തെ വിശ്വാസമാണ്. ഇനിയിപ്പോ മരിച്ചുപോയ സുപ്രിയ നേരിട്ട് വന്നാലും അദ്ദേഹം എന്നെ ചതിക്കില്ല, ഉപേക്ഷിക്കുകയില്ല. എനിക്കത് ഉറപ്പാ. പക്ഷേ എന്റെ ഭർത്താവിന്റെ മനസ്സമാധാനം പോവും, സ്വസ്ഥത നഷ്ടപ്പെടും. നീ ഹരിപ്രിയയാണെന്ന് എനിക്കും അറിയാം, എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഒരുപാട് ദൂരെ നിന്നാണ് വന്നത്. കുറച്ചുനാള് ഇവിടെ താമസിക്കാനാണ് വന്നത്, അതും അറിയാം. പക്ഷെ ഞാനീ പറയുന്നത് എൻ്റെ സ്വാർത്ഥതയാണെന്ന് നിങ്ങൾ കരുതിക്കോ. നിങ്ങൾ വന്നു, എല്ലാവരെയും കണ്ടു, സ്നേഹം പങ്കുവച്ചു, ഓർമ്മകളും പങ്കുവച്ചു.
മതി. ഇനി മടങ്ങണം. മടങ്ങിയേ പറ്റൂ. ഇല്ലെങ്കിൽ എനിക്ക് ഹരിപ്രിയയുടെ ശത്രു ആവേണ്ടി വരും. കുട്ടിക്കത് എങ്ങനെ പറയാൻ തോന്നി? തൽക്കാലം ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. കമലേച്ചി, ജ്യോതി പൊയ്ക്കോ, ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒന്നും ഞാൻ ഉറപ്പു തരാം, ഞാൻ കാരണം നിനക്ക് കരയേണ്ടി വരില്ല. പോരെ? നമ്മൾ വന്ന കാര്യം സാധിക്കാതെ തിരിച്ചു പോകാൻ പറ്റില്ല എന്ന് അവളോട് പറയായിരുന്നില്ലേ? അത് പറയാൻ സമയം വരും കമലേച്ചി. അതുവരെ നമ്മൾ ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. എന്ത് ഭൂകമ്പം ഉണ്ടായാലും നമ്മൾ ഇവിടെ തന്നെ കാണും. അപ്പൊ നമുക്ക് തെറ്റി. ജ്യോതി അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചു. കൊള്ളാം. അങ്ങനെ DKയും ജ്യോതിയും വീണ്ടും ഒന്നിക്കുന്നു. കേൾക്കാൻ നല്ല സുഖമുള്ള കാര്യമാണ്. പക്ഷേ അതവളുടെ നാശത്തിനാ. വന്നത് സുപ്രിയല്ല, ഹരിപ്രിയയാണെന്ന് അവൾക്ക് മനസ്സിലായി കാണും. ഇനി അവിടെ നിന്ന് മാറി നിന്നാൽ സ്വന്തം ജീവിതം ഹരിപ്രിയ കൊണ്ടുപോകുമെന്നും അവൾക്ക് മനസ്സിലായി കാണും. അതുകൊണ്ടാവും അവൾ അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചത്. നമ്മുടെ കണക്കുകൂട്ടലുകൾ മുഴുവൻ തകിടം മറിച്ചത് അവളുടെ വരവാ. സുപ്രിയയുടെ അതേ മുഖം. DK പോലും ഒന്ന് പതറിപ്പോയി കാണും. അപ്പൊ പിന്നെ ജ്യോതിയുടെ കാര്യം പറയണോ? സുപ്രിയയുടെ ഓർമ്മകളുമായി ജീവിച്ച DKയെ ഹരിപ്രിയയുടെ വരവ് എങ്ങനെ ബാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ഒന്നുറപ്പാ, ജ്യോതി ഇനി അമരാവതിയിൽ നിന്ന് ഒരിടത്തേക്കും പോവില്ല. അപ്പൊ ഇനി നമ്മുടെ പ്ലാൻ വർക്കൗട്ട് ആവില്ല. മൂർത്തി, എന്തായാലും അവളെ ഒന്ന് വിളിച്ച് എന്താ ഉദ്ദേശമെന്നറിയാൻ. അവളെ കളി മാറ്റി മൂർത്തി. ഫോൺ പോലും എടുക്കുന്നില്ല. അതിനർത്ഥം അവള് DKയോടെല്ലാം പറയാൻ തീരുമാനിച്ചിട്ടുണ്ടാവും. ജ്യോതിമ, വെരി ബാഡ്, വെരി വെരി ബാഡ്. എന്നോട് തെറ്റാര് ചെയ്താലും അത് ഞാൻ ക്ഷമിക്കില്ല. ഇതിനുള്ള ശിക്ഷ നീ അനുഭവിക്കും. നിന്നെക്കൊണ്ട് ഞാൻ അനുഭവിപ്പിക്കും. വരുന്നത് വരട്ടെ. ഹിറ്റ്ലറിനോട് ഇനിയെങ്കിലും സത്യം പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ DKയുമായിട്ടുണ്ടാവുന്ന ആകലും ഇനിയും കൂട്ടും. ഹരിപ്രിയയുടെ വരവ് അത്ര നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മുന്നിൽ നിൽക്കുന്നത് സുപ്രിയാണെന്ന് ആ ഹിറ്റ്ലറിന് തോന്നിയ അതോടെ എല്ലാം തീരും. അതിനു മുമ്പ് സംഭവിച്ചതിനെല്ലാം പിന്നിൽ വിഘ്നേഷിന്റെ ഭീഷണിയായിരുന്നു എന്ന് ഹിറ്റ്ലറിനെ അറിയിക്കണം. dim dirana 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 dim dirana 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 dirana